നമ്മുടെ സാഞ്ചേട്ടൻ മലയാള ഭാഷയിൽ വലത്തു നിന്ന് മലയാള ഭാഷയിൽ ഒരുപാട് അംഗം കാണിക്കുന്ന ഒരാളാണ് സാഞ്ചേട്ടൻ. ഇനി ഇവർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, സൂപ്പർ ഹിറ്റായി മാറിയ അനുരാഗ വിലോചനായി എന്ന് തുടങ്ങുന്ന ഗാനം വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിച്ച് പാടുകയാണ്. ഇവർ കേൾക്കാൻ തയ്യാറാണ്. ಗೆರನಾನು ವಿಯಾನ ಚಲೋವಿ ರೇಲದಿ ಮಾಯಾನ ದಹಿಮೋ ಲೇ ಮೇಟಿವ ಕುಲ್ನಿ ನೋಂದ್ರಜೋ ಕಡಂದಿ ഇളനായ ഇങ്ങര ഇളതാൻ കടന്തി. പക്ഷെ നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്ക് കൈയടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ സ്പീഡുള്ള അണ്ണാറ കണ്ണാവ ഇണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ ചമ്പണ്ടാക്കോ ഇണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ ചമ്പണ്ടാക്കോ ഇണ്ടവാവു ഇൽമേവാരു ഓണക്കൽ തന്നാര പുതാത ലങ്ങേന എന്റെ വിഷുപാലു പിള്ളവ ഇഞ്ഞാണ് ഞപ്പിക്കാത്തിനേന ലൂരിക്കാം ഞാൻ നമ്നോ പോ തിങ്കളാഴ്ച അല്ല ഞായറാഴ്ച. അണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ വേണ്ടാക്കൂ. താങ്ക് യു. ഇനി ഒരു 2 നിമിഷങ്ങൾ നമുക്ക് ഓർമ്മയുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം മറുപടി പറയുന്ന പഴഞ്ചൊല്ല് പത്മനാഭൻ എന്ന കഥാപാത്രത്തെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. സാഞ്ചേട്ടൻ കഥാപാത്രമായി മാറുന്നു. പഴഞ്ചൊല്ലുകൾ മാത്രം കൊണ്ട് മറുപടി പറയുന്ന മനുഷ്യൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്റെ പേര് ഉണ്ണി. ഉണ്ണിയെ കാണുമ്പോഴറിയാടാ ഊരിലെ പഞ്ഞം. ഞാനിവിടെ വന്നതേ നാളെ വാരി വെക്കുമ്പോഴറിയാതെ 1 2 ഡേഷനാണെന്ന്. എനിക്കിവിടെ ഇരിക്കാനായിട്ട് ഇരുന്നോ, പക്ഷെ ഇരുന്നടം കുഴിക്കരുത്, നനഞ്ഞടം മാന്തരുത്, തോളത്തിരുന്ന ദൈവത്താണ് എന്റെ ചെവി തിന്നത്. ചേട്ടൻ എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലാണ്. പഴഞ്ചൊല്ലി പതിരില്ല മോനെ. പഴഞ്ചൊല്ലി പഴവും പപ്പടവും പായസവും അല്ല, പഴഞ്ചൊല്ലി പതിരില്ല. എന്താ ചേട്ടന്റെ പേര്? പാലം കടക്കോളം നാരായണൻ, പാലം കടന്നപ്പോ കൂരായണൻ. മനസ്സിലായില്ല. എന്റെ പേര് നാരായണൻ, ഭാര്യ വിളിക്കണത് കൂരായണൻ. അപ്പൊ കല്യാണം കഴിച്ചതാണോ? ഒരു വെടിക്ക് 2 പക്ഷി. 2 കല്യാണം കഴിച്ചോ? എന്നിട്ട് ഒന്നിച്ചാണോ താമസം? അല്ല, ഒരു മുറ്റം 2 പുര. അപ്പൊ ചേട്ടൻ ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം, ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം? അക്കരെ നിൽക്കും വിക്കര പച്ചയെന്ന് ഒന്നും, ഇക്കരെ നിൽക്കുമ്പോ എനിക്ക് അക്കരെ പച്ചയെന്ന്. അപ്പൊ ഈ ഭാര്യമാര് ചേട്ടനോട് എന്ത് പറയും? 2 വഞ്ചി കാലി ഓട്ടരുതെന്ന് പറയും. കളസം കീറിപ്പോലെ. കളസം മാത്രമല്ല, പുതിയ ബെർമുട ഉൾപ്പെടെ കീറിപ്പോ. എന്താ ചേട്ടാ ഈ ഭാര്യമാരുടെ പേരൊക്കെ? ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. മനസ്സിലായില്ല. ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. ഈ മൂദേവി ചേച്ചി എങ്ങനെയാള്? ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവെന്ന് പറയുള്ളടാ. അയ്യോ, ഒന്ന് ഞാൻ കേട്ടത് പാവാന്നാണല്ലോ. വണ്ടിയോട് എടുക്കണം മാങ്ങാട പുളിയറിയണം. അപ്പൊ ചേട്ടൻ അടുത്തിട്ടുണ്ടല്ലേ. ഈ ശ്രീദേവി ചേച്ചിയെ പുറത്ത് കാണുന്നില്ലല്ലോ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്താടാ കാര്യം? ഒന്ന് കാണാൻ വേണ്ടിയാട്ടോ. പാവപ്പെട്ടവൻ നിരന്ന് കിട്ടിയത് പണക്കാരൻ തട്ടിക്കൊണ്ട്. ഒന്ന് വിളിക്കട്ടെ, പുള്ളിക്കാരത്തി എന്താ പുറത്തേക്ക് വരാത്തത്? പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി. പിന്നെയും ഗർഭിണിയായോ? അണ്ണാമൂത്താലും മരങ്കേറ്റം മറക്കൂ. ചേട്ടൻ അത്ര വലിയ അണ്ണാനാന്നൊന്നും പറയണ്ട. ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സമ്മതിച്ചു, പക്ഷെ ഇപ്പുറത്തെ വീട്ടിലെ മൂദേവി ഗർഭിണിയായില്ലല്ലോ. ചാഞ്ഞമരത്തിലല്ലേടാ ഓടിക്കയറാൻ പറ്റുമോ? ഇതിന് മാത്രം പഴഞ്ചൊല്ല് പറയാനായിട്ട് ചേട്ടൻ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്. മനസ്സിലായില്ല. അച്ഛൻ തെങ്ങേറ്റ, അമ്മ വരമ്പത്ത്, പാടത്ത് പണിക്ക് പോയി. അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? താടിക്ക് തീ പിടിച്ചപ്പോ ബീഡി കത്തിക്കാൻ നോക്കിയതാണ്, പുകഞ്ഞു പോയി. പുകഞ്ഞ കൊള്ളി പുറത്തു. ചേട്ടന്റെ അച്ഛനും എന്റെ അച്ഛനും ഒന്നിച്ചു പഠിച്ചതാ. നിനക്ക് അച്ഛനുണ്ടാ? പിന്നെ അമ്മ 4 പേരെ കാണിച്ചു തന്നിട്ടുണ്ട്. നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പോവാ. നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്താ? നിന്റെ അച്ഛനും എന്റെ അച്ഛനും കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്. എന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതല്ലേ അങ്ങനെയാടാ. എന്താ? ദുഷ്ടന്മാരെ ദൈവം പന പോലെ. ചേട്ടൻ എന്റെ അച്ഛനെ കുറ്റം പറയാതെ. ചേട്ടനൊരു അച്ഛനാണല്ലോ. ചേട്ടന്റെ മകന്റെ അടുത്ത് ദുബായിക്ക് പോയിട്ട് എന്തുവായി? കഷ്ടകാലത്തിന് തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ അവസ്ഥ. ചേട്ടന്റെ മകനായോണ്ട് പറയല്ല, ചേട്ടൻ്റെതായ യാതൊരു ക്വാളിറ്റീസും അവനില്ല. മത്ത കുത്തിയ കുമ്പളം മുളക്കും. ആ ചേട്ടനോടില്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും കിട്ടണ്ടേ? ഉപ്പോളം വരുമോടാ ഉപ്പിലിട്ടത്. മുഖച്ചായ എങ്കിലും കിട്ടണ്ടേ? മുഖം നന്നാത്തിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ? ഇങ്ങനെയാണ് മക്കളെ പട്ടീനൊന്നും വളർത്തരുത്. പുറത്തേക്കണ പട്ടി എന്നെ കണ്ടിട്ട് കുറച്ചില്ല, കടിച്ചില്ല. വർഗസ്നേഹം. കുരക്കണ പട്ടി കടിക്കാറില്ല, കടിക്കണ പട്ടി കുരക്കാറില്ല. അത് നന്നായി. അല്ല കല്യാണം വിളിക്കാൻ വന്ന എന്നെ പട്ടി അടിച്ചേനെ. നീ നശിക്കാൻ തീരുമാനിച്ച. ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഡിസംബറിൽ തണുപ്പല്ലേ. വാടിയ പൂ ചൂടിയാലും നീ ചൂടിയ പൂ ചൂടരുത്. ചേട്ടാ, അവർക്ക് എന്റെ മുഖം കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടി. നിന്നെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. നിന്റെ മുഖം കണ്ടാൽ അറിയാടാ നീ ഒരു സത്യസന്ധന. സത്യം മുഖം കണ്ട് മനസ്സിലാവും. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. എങ്ങനെ മനസ്സിലായേട്ടാ? സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാണ്. ഏതെങ്കിലും ഒരു വലിയ ചാനൽ നടത്തുന്ന 100-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയൊരു അവാർഡ് നൈറ്റോളം ഒപ്പം എത്തി നിൽക്കുകയാണ് നമ്മുടെ ഷോ. ഇനിയും ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനെ
ഓടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. നിന്റെ വീട്ടില് കല്യാണ അലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഓടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. കുതിരയ്ക്കോ കൊമ്പില്ല, മുതിരയ്ക്കോ മധുരല്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. കുതിരയ്ക്കോ കൊമ്പില്ല, കുതിരയ്ക്കോ മധുരല്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. ഉപ്പുമുളക്കില്ല, പാലിനോ കയ്പില്ല, ഇണയിൽ മീട്ടാത്ത രാഗമില്ല. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഓടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഓടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. കമോൺ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഓടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഓടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. നമുക്ക് ആ ഫ്ലൂട്ട് വായിച്ച ആൾക്കൊരു ഉമ്മ കൊടുക്കല്ലേ? ഉമ്മ. മിമിക്സ് പരേഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായികമാരുടെയൊക്കെ ശബ്ദാനുകരണമാണ്. ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നുണ്ട്. അതിനെ ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി, അതുപോലെ തന്നെ രസികരാജയുടെ ഏറെ ശ്രദ്ധേയനായ സുഭാഷ് കൊല്ലം ആൻഡ് അരുൺ തിരുവനന്തപുരം സ്വാഗതം ചെയ്യാം. ആദ്യം ശബ്ദം അനുകരിക്കുന്നത് സുഭാഷാണ്. ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ആദ്യകാല കോമഡിയൻ ശ്രീ ബഗദൂർ. എൻ്റെ പൊന്നു സാറുമാർ, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ, അറിയാണ്ട് ചെയ്തു പോയതാണ് മാനെ. കോമാളി കരഞ്ഞ ജനം ചിരിക്കും. ബാവുമോനെ, എൻ്റെ നമ്പർ എപ്പോൾ വരും മോനെ? അടുത്തായിട്ട് സതീഷ് ഒളേരി, മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ കൊച്ചു പ്രേമൻ. അയ്യാ, എനിക്ക് ഈ പ്രേതങ്ങളെ കണ്ട പേടിയാണ് കേട്ടോ. 1.5 ചക്രത്തിൻ്റെ കള്ളും പുറച്ചിയും കോഴിയും പേടിക്കുക എന്ന ജപ്തിലെന്ന് കരുതിയിടൂ. ഇടു മധുരാശി പിടിക്കിടൂ, ഇടു പെണ്ണിന് പിടിക്ക തൊട്ടില്ല തൊട്ടോ. അയ്യാ. താങ്ക് യു സതീഷ്. അടുത്തായിട്ട് അരുൺ. ഞാൻ ഒരു നടിയുടെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത്. ഏത് നടിയാണ്? ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ മലയാള സിനിമയിൽ കോമഡിക്ക് മറ്റൊരു വേഷം നൽകിയ ശ്രീ ബിന്ദു പണിക്കർ. എന്നോട് ഒത്തിരി ഇംഗ്ലീഷ് സ്നേഹം ഉണ്ടെങ്കിൽ എവിടെയും ഇങ്ങനെ പറയോ? എടാ ദിലീപേ, പഠിക്കുന്ന കാലത്തും അതേടാ, ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ PDC റിസൾട്ട് വന്നപ്പോൾ എന്തായി? ഞാൻ തോറ്റു. അതെങ്ങനെ? 24 മണിക്കൂറും പഠിപ്പ് തന്നെ പഠിപ്പ്. മേഘനാഥൻ. മേഘനാഥൻ മലയാള സിനിമയിലെ അതുല്യനായ നടൻ ബാലൻ കെ നായരുടെ പുത്രൻ ശ്രീ മേഘനാഥൻ. മോന്റെ പോലീസുകളെ എത്ര നന്നല്ല, വെട്ടി തുണ്ടാക്കി പുല്ലിനും ചൊല്ലിന് മീനെ തിന്നാനായിട്ട് കൊടുക്കും. ഇത് പുലിമുറ്റി തലക്ഷ പറയുന്നേ. പൊക്കോ. താങ്ക് യു സുഭാഷ്. സതീഷ്. വിജയരാഘവൻ. മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ വിജയരാഘവൻ. ഒരു കല്യാണമൊക്കെ കഴിക്കണം കേട്ടോ. 3 നേരം കൊന്തെത്തിച്ച് പള്ളിമേടന് കാളേച്ചനാണെങ്കിലേ നിരക്കൊക്കെ തെറ്റി. മംഗലശ്ശേരി നീലകടന്ന പടുമരത്തെ കത്ത് തേപ്പിക്കും നടേശ.
കൊല്ലണ്ട. താങ്ക് യു സതീഷ്. അരുൺ അടുത്തത് ഒരു തമിഴ് നടിയാണ്, ആരാണ്? കോവൈ സരള. തമിഴ് സിനിമയിൽ കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയ വേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീ കോവൈ സരള ശ്രീമതി. என்னது இது டிவி எல்லாம் தனியா ஆஃப் ஆகுது? இந்த வீட்டுக்குள்ள பேய் பிசாசு நுழைஞ்சிருக்கீங்களா சார்? என் தம்பிக்கு ஒரு சட்டை கொடுங்க சார். ஸ்மியாகிதனை ஸ்மியாகிதனை ரகசிய ஸ்மியாகிதனை പിച്ച് പുടാ പിച്ച്. മലയാള സിനിമയുടെ കറുത്ത മുത്ത് ശ്രീ കലാഭവൻ മണി. പ്രിയമുള്ള കലാപ്രേമികളെ, എന്താ കൈയടിക്കാണ്ടിരിക്കണേ? അടിപൊളിയായിട്ടൊന്ന് കൈയടിച്ചേ. സത്യത്തിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പഴയകാല ജീവിതങ്ങളാണ്. ആ ജീവിതത്തിൽ ഒരുപാട് വിശപ്പും ദുഃഖമൊക്കെ അടക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ കാലങ്ങളിലൊക്കെ അടപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കയ്യിലുകൊണ്ട് ഇളക്കുമ്പോൾ ചേച്ചി പാടാറുണ്ടായിരുന്നു. സത്യത്തിൽ ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം. കുമ്പായി കുച്ചാണ്ടി പാണങ്കത്തണുമാ വഴല പൊട്ടിച്ചി പാപ്പണ്ടാക്കണുമാ വയറ് കത്യാളി എൻ്റെ കൊടല് കത്തണുമാ പണം പെടഞ്ഞിട്ട് ദൈവേ ഓണം വാഴാക്കണുമാ അതും കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായി തച്ചൻ കൊഞ്ചി പറയാറില്ലേ. കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. മലയാള നാടകവേദിയിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ മറ്റൊരു വില്ലൻ ശ്രീ കലാശാല ബാബു. ഹേ, എടാ ജോസ്, പാട്ടി തെണ്ടി കടവറ മോനെ, നിനക്ക് എത്ര നീണ്ട? 1 ലക്ഷമല്ല, 10 ലക്ഷം 10 ലക്ഷം പലിശയും അതിന്റെ കൂട്ടുപലിശയുടെ പലിശയും ഞാൻ മുതലാക്കും. എൻ്റെ അടുത്ത കള്ളി അടി സക്കേ. താങ്ക് യു സതീഷ്. അടുത്തായിട്ട് അരുൺ. മുകേഷ്. മുകേഷ് മലയാള സിനിമയുടെ മറ്റൊരു കോമഡി താരം ശ്രീ മുകേഷ്. മേലു നില്ല് നില്ല് ചെല്ല്. എന്തോന്ന് എന്തോന്ന് എളിയ മായൻകുട്ടി ആനപ്പാറയില മറ്റേ അവളില്ലേ മേലു, അവളുമായിട്ട് ലൈനായി തോന്നുന്നേ. അളിന് ദൂരെ പോയില്ലേ? ചെന്നാട്ടെ. അടുത്ത തമിഴിൽ നിന്ന് പ്രഭു. തമിഴ് സിനിമയുടെ മറ്റൊരു താരം ശ്രീ പ്രഭു. பிரியமுள்ளோரே நமஸ்காரம். நான் உங்கள் பிரபு பேசுகிறேன். என்னோட நீண்ட நாள் ஆசை மலையாள படத்தில் நடிக்கணும். அந்த ஆசை காலாபாணி படம் மூலமாக நிறைவேறிடுச்சு. இதுக்கு டைரக்டர் பிரியதர்ஷன், அன்பு சகோதரர் மோகன்லால், திரு குட்னை மோகன் இவர்களுக்கு நன்றி சொல்ல நான் கடமைப்பட்டிருக்கேன். இந்த படத்துக்கு இசைஞானி இளையராஜா, எம்ஜி ശ്രീകുമാർ, சித்ரா இவர்கள் பாடின பாட்டு ஒன்று கேட்போமே. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. അടിക്കണം, മുന്നാടി വന്ന് അടിക്കണം, അത് അമ്പളയ്ക്ക് അഴക് വർദ്ധമാ. പ്രകാശ് രാജ് തമിഴ് സിനിമയുടെ മലയാളത്തിലെ ഏറെ തിളങ്ങിയ ശ്രീ പ്രകാശ് രാജ്. ஹாய் சல்லா, ஐ லவ் யூ. அழமாட்டமா, அழுதா துக்கம் வெளியில் போயிடும். துக்கம் வெளியில் போச்சுன்னா கோபம் கலைஞ்சு போயிடும். என் கோபம் கலையக்கூடாது, உள்ளுக்குள்ள தீட்டி வச்சிருக்கேன். அவனை பிடிச்சி என் கையில் வச்சு மாவான சல்லா, ஐ ലവ് യു. താങ്ക് യു. അടുത്ത അരുൺ. പൃഥ്വിരാജ് മലയാള സിനിമയുടെ യുവതാരം ശ്രീ പൃഥ്വിരാജ്. ഇതേതോ അമ്പിളിയുടെ കൊട്ടേഷൻ അബ്ബായി. ഇനി ഇതിന്റെ പേരിൽ നീയോ നിന്റെ ഗ്യാങ്ങിൽ ആരെങ്കിലോ അവിടെ തപ്പണ ചാമ്പണ ചെന്ന ഗ്യാങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. കൊച്ചിയിൽ വന്നൊരു കാര്യം കാണണമെങ്കിൽ ഗ്യാങ്ങളെ കാണേണ്ട പോലെ കാണണം. അതാണ് ശരി, അതേ ശരിയാവൂ. കൊട്ടേഷൻ ഓക്കെ ബൈ. താങ്ക് യു അരുൺ. സതീഷ്. വടിവേലു തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് ശ്രീ വടിവേലു. കടലാക്കടിയൊപ്പ്, ആകടിയൊപ്പ്, കൊളപ്പടിക്കൊപ്പ്, ആകളു പിടിക്കൊപ്പ്, അപ്പ് പപ്പള വെച്ചിട്ടണ്ട അപ്പ് വേടാ അഴുതുടുക ரொம்ப വലിക്കത്. താങ്ക് യു സതീഷ്. സുഭാഷ്. അടുത്തതായിട്ട് 2 താരങ്ങളാണ്. ആരൊക്കെയാണ്? കൗണ്ടമണിയും സെന്തിലും. തമിഴ് സിനിമയുടെ മറ്റു ഹാസ്യ താരങ്ങളായ കൗണ്ടമണിയും സെന്തിലും. ஓஹோ ஆபீசர், இது யார் உங்க சன்னுங்களா? பேர் என்ன சொன்னீங்க? என்னது அரவிந்த் சாமியா? அடுப்புல வந்து சாமின்னு வையுங்க, அதுதான் கரெக்டான பேர். ஐயோ, குட் மார்னிங் ஆபீசர். அண்ணி என்னது சொல்றீங்க? புத்தகம் பாட ஆரம்பிச்சா நாங்கள் மீன் தட்டி போடுதில்லை. முன்னெல்லாம் தானபத்திரம் வாக்கி
മുത്തലകി ആർബി അണ്ണ വരട്ടുമാണ്ടേ താങ്ക് യു സുഭാഷ്, താങ്ക് യു. അടുത്തായിട്ട് സതീഷ്. വിവേക്. തമിഴ് സിനിമയുടെ മറ്റൊരു ഹാസ്യ സാമ്രാട്ട് ശ്രീ വിവേക്. டேய் லேடிஸுங்களா ஜென்ஸுங்களா இங்கப்பா கருப்பா கருப்பு என்ன வார்த்தையை கேட்டால் தமிழ்நாடே கூந்தலிக்கும். ராம் கருப்பு, எட்மன் கருப்பு, அம்பகும்பி அம்பகம்பி. என்னடா அம்பி, நம்பவே முடியலடா. என்ன சார், കാക്ക ബിരിയാണിയാ, കാക്കവാ. താങ്ക് യു. അടുത്തായിട്ട് വിജയ്. തമിഴ് സിനിമയുടെ ചിന്ന ദളപതി ശ്രീ വിജയ്. லவ் என்றது காலேஜ் லைப்ரரி படிக்கணும் புக்கு மாதிரி. இது யாருக்கு வேணும் படிக்கிறோம். இங்கே கல்யாணத்தை பற்றி இங்கே வீட்டருக்கு தெரியலடா. ஏன் கேட்குற? எப்படி 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 பேச்சு மட்டும் சைலண்டாக இருக்கும், ஆனால் அடி சர்ற வெட்டி. டு ரிலாக்ஸ்டா, ரிலாக்ஸ். താങ്ക് യു. അടുത്ത അയ്യപ്പൻ ബൈജു. മലയാള മിമിക്രി വേദിയിൽ കുടിയനെ അവതരിപ്പിച്ചേറെ ശ്രദ്ധേയനായ ശ്രീ അയ്യപ്പ ബൈജു പ്രശാന്ത് പുന്നപ്ര. വഴിയരികിലും പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു. അടികിട്ടിയാലോടിക്കുള്ളി കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. മൈ നെയിം ഈസ് ബൈജു. എൻ്റെ പേര് ബൈജു എന്നാട്ടോ. ഒരുപാട് രീതികളൊക്കെ ഉണ്ട്. എനിക്ക് ഒരു ബാറുണ്ടെങ്കിൽ ഡെയിലി ഞാനടിക്കും, പഴി ഡെയിലി ഞാനടിക്കും. എൻ്റെ അമ്മച്ചേ. താങ്ക് യു. ഇനി വേദിയിലെത്തുന്നു ഒരു ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം സനത് ജയസൂര്യ. Cricket is the secret of my energy. Anke push tamil na paad pare. Single single mandir te sol maile. Single single simba single single. Thank you very much.